ഇന്ന് ഞായറാഴ്ചയാ. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള എന്തേ ഉണ്ടാക്കിയെന്ന് നോക്കാന്ന് വെച്ചാൽ. വെറൈറ്റി ഒന്നും പറഞ്ഞൂടാ, നിങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാക്കുന്നേക്കും, നമ്മളെപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇടികൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങെല്ലാം തോല് പൊളിക്കുക. നമ്മളിവിടെ കേങ്ങ് എന്നാ പറയുക, ഞാൻ പിന്നെ കപ്പ എന്നങ്ങ് പറഞ്ഞതാ. കേങ്ങ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മില്ലാലോ, അപ്പം നമുക്ക് കപ്പ ബിരിയാണി എന്ന് പറയാം. തോലെല്ലാം പൊളിക്കട്ടെ കേട്ടോ. അമ്മിയിൽ വെച്ചാണ് ഞാൻ പൊളിക്കുന്നത്. നിങ്ങൾ കണ്ട അമ്മി കണ്ട, ഇത് ഇത്ര വർഷം പഴക്കമുള്ളതാണോ? എന്തായാലും ഒരു 40 വർഷമൊക്കെ പഴക്കമുള്ളൊരു അമ്മിയാണ് ഇത്. നമ്മൾ ഇങ്ങനെ അത്യാവശ്യം വല്ലപ്പോഴും അരക്കുന്നല്ലാണ്ട് അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല. ഇതെൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ടോ എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ആടാ പണ്ടേ ഉള്ള അമ്മിയാണ്. അമ്മയെല്ലാം പണ്ട് വലിയ അമ്മി, നിങ്ങൾ കണ്ട ഈ അമ്മിയിൽ വെച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട അരക്കൽ. അമ്മ ഇപ്പോൾ കഥ പറയുന്നുണ്ട്. പിന്നെ ആടെ ഓതി ഭാഗമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോ ഭാഗത്തെല്ലാം പോയ സമയത്ത് നമ്മളിവിടെ വന്ന് സ്ഥലമൊക്കെ വാങ്ങി വീടെടുത്ത്. അന്നേരം എൻ്റെ അമ്മ കാടുന്ന് കിട്ടിയതാ ഈ ഒരു അമ്മയും പണ്ടേത്തെ ഒരു പത്തായും. ആ പത്തായം കൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ വാതിലൊക്കെ ഉണ്ടാക്കി നച്ചപ്പം പറഞ്ഞൊക്കെ പത്തായം പൊളിച്ചിട്ടാണ്. അന്നാണെന്ന് കിട്ടിയതാ ഈ ഒരു അമ്മിയും ഈ ഒരു പത്തായും. അപ്പം അമ്മിയും ഇവിടെ ഉണ്ട്, പത്തായം നമുക്ക് വാതിലായിട്ട് അപ്പുറം മുന്നിലുണ്ട് കേട്ടോ. അത്രയും വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അരിവാളുണ്ടൊക്കെയാലോ എല്ലാവരും പോക്കുക. ഞാൻ കത്തി ഉണ്ടെന്നേ പോക്കുന്നേ, അതുകൊണ്ടാണ് ഞാൻ പോക്ക്. പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ പാട് നമ്മൾ കൊടുവാളെന്നാണ് പറയുക, നമ്മൾ തേങ്ങയിലിരിക്കുന്ന സംഭവമില്ലേ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ജേഷൻ്റെ വീട്ടിലെത്തിയ സമയത്ത് അവിടെ അമ്മ പറഞ്ഞോട്, എനക്കുണ്ട് ഈ വാക്കത്തി അറിയുന്നത്. നമ്മളിവിടെ കൊടുവാൾ എന്നല്ലേ പറയുക, ഊരാടെ വാക്കത്തി എന്നാണ് പറയുക. ഞാൻ ഈ വാക്കത്തി തപ്പിയാണ്. ഞാൻ വിചാരിച്ചു നമ്മളെ കത്തിയില്ലേ, കത്തീനോട് വേറെന്തോ സംഭവം ഉണ്ടാവും, അതായിരിക്കും വാക്കത്തി എന്നാണ് ഞാൻ വിചാരിച്ചത്. കത്തി എന്നല്ലേ. പിന്നെ ഞാൻ എന്നോട് എവിടെയെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ മൂപ്പർ തന്നെ വന്ന് അമ്മ തന്നെ വന്ന് എടുത്ത് ഇതെന്നാ ചോദിച്ചു. ഇതാ വാക്കത്തി എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി വാക്കത്തിയാണ്. ഇവിടെ ഒരു ഉള്ളിയാണ് എടുത്തേ. ഒരു ഉള്ളി എടുത്ത് ചെറുങ്ങനെ കുനുകുനാന്നരിഞ്ഞു. പച്ചമുളകില്ല ഗൈസ്, എല്ലാം പഴുത്തു പോയി. അപ്പോൾ നമ്മൾ ഈ പഴുത്ത ഓറഞ്ചും മഞ്ഞയും ചോപ്പും മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടേ, എന്നിട്ട് ഇഞ്ചി ഈ ചെറിയ ഉരുളയിലിട്ടിട്ട് കുത്തി ഒന്നാം മലകി അത് പോകണ്ടേ, അവിടുന്ന് തലകുത്തി എന്ന് പറയണ്ടേ. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇത് നമ്മൾ ഈ കുഞ്ഞി ഉരുളയിലിട്ടിട്ട് കുത്തിയെടുക്കാൻ പോകും. വിറകടുപ്പിലാട്ടോ നമ്മൾ വെക്കുന്നത്. വിറകടുപ്പിൽ വെച്ചാൽ വേഗം ആവുകയും ചെയ്യും, നമുക്ക് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. 1 കിലോ കപ്പയും 1/2 കിലോ ചിക്കനും ആണ് എടുത്ത്. കപ്പ നല്ല തിളക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണേ. ഉപ്പിട്ടിട്ട് നമ്മളൊന്നുകൂടി വേപ്പിക്കാം. മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച കപ്പ ഞാൻ ഊറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട്. ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു മുറി തേങ്ങയും ചിരകിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിൻ്റെ ഒക്കെ അല്ലി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. എന്നിട്ട് അത് ചെറുതാക്കി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയാൽ മതി കേട്ടോ, നല്ലോണം അരിയൊന്നും വേണ്ട. നമ്മൾ ആദ്യം മുറിച്ച് ഉള്ളി, ഞാനൊരു ഉള്ളിയാണ് എടുത്തത്, ഒരു വലിയ ഉള്ളി. ഒരു വല്ലുള്ളി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, അതേപോലെ ചതച്ച് വെച്ച ഇഞ്ചി, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് പച്ചമുളക് കേട്ടോ. ഇതൊന്ന് വഴറ്റാണേ. കുറച്ച് കറിവേപ്പില,
ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കുക കേട്ടോ. ചെറിയ നല്ല പഴുത്ത തക്കാളിയാണ്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാം വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും ഇട്ട് വഴറ്റുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം നമ്മൾ കഴുകി ചെറുതായിട്ട് മുറിച്ച് വെച്ച ചിക്കനില്ലേ അതുകൂടി ഇങ്ങനെ ഇടുകയാണേ. മേലെ കുറച്ച് കറിവേപ്പിലിട്ടെ, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലിട്ട്, പിന്നെ നമ്മൾ കിഴങ്ങ് വേവിക്കുന്ന ഉപ്പിട്ടതിനെ കൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പാണ് ഇടുന്നുള്ളൂ. ഇതിലൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കും. ഈ വെന്ത് വരുന്ന ഈ ചിക്കനില്ല അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. നാടൻ കുരുമുളക് പൊടിയാണ്. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കുരുമുളക് തന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചത്. നമ്മൾ കുരുമുളകും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വയ്ക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. അതേപോലെ കുറച്ച് ബിരിയാണി മസാല ഇല്ലേ, ബിരിയാണി മസാല നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാലയാണ്. കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ടേ. അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ച് മല്ലിച്ചപ്പ് ബാക്കിയുണ്ടായിരുന്നു നേരത്തെ, അതുകൂടി ജസ്റ്റ് ഒന്നിട്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ഉണ്ട് അതും ഇട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ കേങ്ങിൽ ചേർത്തതിനെ കൊണ്ട് ഇതിൽ കുറച്ചാണ് ചേർക്കുള്ളൂ. അധികമായാൽ ഞാൻ പണ്ട് വെച്ച ഉപ്പുമാവല്ലേ പോലെ, അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ടു. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റായിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം കേട്ടോ. കപ്പ ബിരിയാണി ഏകദേശം ആനായിട്ടോ. ഏകദേശം വേവിക്കലും അടുപ്പം വെള്ള സംഭവമൊക്കെ കഴിഞ്ഞു. ഇനി മിക്സിങ് ആണേ ഉള്ളത്. നമ്മൾ കപ്പ ആദ്യം മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണ്. ഇത് കണ്ടോ, ഉടച്ച് വെച്ചതാണ്. അതേപോലെ ചിക്കൻ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതും വേവിച്ച് വെച്ചതാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ 2-3 ചെറിയ ഉള്ളിയും 2-3 ചുള വെളുത്തുള്ളി ഇട്ടിട്ട് തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിരുന്നു. അതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു പൊടിയുന്ന പോലെ അധികം അരവില്ലാണ്ട് അങ്ങനെ ആക്കി വെച്ചിട്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഉടച്ച് വെച്ച കപ്പയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനില്ലേ, ചിക്കൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഇടുകയാണേ. അതേപോലെ ഇതാ നമ്മൾ അരച്ച് വെച്ച ഈ ഒരു വറുത്ത തേങ്ങേൻ്റെ മിക്സില്ലേ, അധികം അറിവില്ലാണ്ട് ജസ്റ്റ് ഒന്ന് ക്രിസ്പിയാക്കി എടുത്ത സംഭവമുണ്ടേ, അതും ഇതിലിടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കപ്പയും ചിക്കനും
ഈ വറുത്ത തേങ്ങയും ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാൻ പോകട്ടോ. അപ്പം ഏകദേശം ഉടച്ചിട്ടോ. അപ്പം നമ്മുടെ ബാക്കി വന്ന കുറച്ച് മല്ലിച്ചപ്പുണ്ടേ, മല്ലിച്ചപ്പൊടി ഇട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാൻ പോവാ. നല്ല സ്മെല്ലാടാ, നമുക്ക് അടിച്ച് കയറുന്ന സ്മെല്ല്. അപ്പോൾ ഇതാട്ടോ നമ്മളെ കപ്പ ബിരിയാണിൻ്റെ ഫൈനൽ ലുക്ക് സെറ്റാണ്. നമ്മളിതൊന്ന് തിന്നു നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കുക, വേഗം കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുവരെ ഉണ്ടാക്കാത്ത, അധികം ആൾക്കാർ ഉണ്ടാക്കിയതായിരിക്കും, എന്നെപ്പോഴത്തെ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിമോളാണ് ഇന്ന് എല്ലാത്തിനും എൻ്റെ കൂടെ ഉള്ളത്, എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ ഇവളാ കേട്ടോ. അങ്ങനെ ഞാനും ഇവളോടി കപ്പ ബിരിയാണി അടിച്ച് മാറും. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.